മലയാള സിനിമയിലെ എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന നടൻ പ്രേം നസീറിനെതിരായുള്ള വിവാദ പരാമർശങ്ങളിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നടൻ ടിനി ടോം. പ്രേം നസീർ എന്ന മഹാനടനെതിരെ താൻ അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നും തൻ്റെ സീനിയർ താരങ്ങളിൽ ചിലർ പങ്കുവച്ച അഭിപ്രായങ്ങളിൽ ചിലതാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറയുകയാണ്. അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ എല്ലാവരോടും മാപ്പ് പറയുന്നതായും ടിനി ടോം അറിയിച്ചിരിക്കുകയാണ്. UK-യിൽ ഒരു പ്രോഗ്രാമിനായി നിൽക്കുന്ന ടിനി ടോം പ്രേം നസീർ സുഹൃത്ത് സമിതിക്ക് അയച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് തൻ്റെ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രേം നസീർ ഒരു വലിയ മനുഷ്യനാണ് എന്നും ആ നടനെതിരെ ഒരു വാക്ക് പോലും പറയാൻ തനിക്ക് കഴിയില്ല എന്നും ടിനി ടോം പറയുകയാണ്. ഒരു അഭിമുഖത്തിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ച് അത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ പരാമർശങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ടിനി ടോമിൻ്റെ പരാമർശങ്ങൾക്കെതിരെ പ്രേം നസീർ സുഹൃത്ത് സമിതി രംഗത്ത് വരികയും നടൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേം നസീറിനെ കുറിച്ചുള്ള കഥകൾ താൻ പറഞ്ഞു തന്നതാണ് എന്നുള്ള ടിനി ടോമിൻ്റെ വാദം തള്ളി നടൻ മണിയൻപിള്ള രാജുവും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സംവിധായകൻ ആലപ്പി അഷ്റഫിനോട് നടത്തിയ ഫോൺ സംഭാഷണത്തിനാണ് മണിയൻപിള്ള രാജു ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് മണിയൻപിള്ള രാജു വ്യക്തമാക്കിയതായി ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുകയാണ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മണിയൻപിള്ള രാജുവിൻ്റെ ഫോൺ സംഭാഷണം ആലപ്പി അഷ്റഫ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. മണിയൻപിള്ള രാജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടിനിയൊന്നും നസീർ സാറിനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 10-15 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളിലും പ്രസംഗത്തിലുമൊക്കെ പറയാറുമുണ്ട്, ഇത്രയും ദൈവതുല്യനായ ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. വർഷാവർഷം നടക്കുന്ന നസീർ സാറിൻ്റെ പരിപാടികളിൽ ഞാൻ പോയി സംസാരിക്കാറുമുണ്ട്. ഈ ടിനി ടോമും മുമ്പും മണ്ടത്തരങ്ങൾ പറഞ്ഞ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്ര മഹാനായ ഒരാളെപ്പറ്റി മോശമായി സംസാരിക്കുന്നത്? ഇവന് ഭ്രാന്താണെന്ന് തോന്നുന്നു. മരിച്ചുപോയ ഒരാളാണ്, ദൈവതുല്യനായ മനുഷ്യനാണ്, ഏറ്റവും കൂടുതൽ നായകനായതിൻ്റെ റെക്കോർഡുള്ള മനുഷ്യനാണ് നസീർ സാറ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു കാര്യം പറയില്ല. നസീർ സാറിനെ ഇഷ്ടപ്പെടുന്നവർ ടിനിയെ കല്ലെറിയും. അദ്ദേഹത്തെ അത്രയും ആരാധിക്കുന്നവരുണ്ട്. ടിനി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ടിനിയുടെ പ്രസ്താവനയിൽ ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എത്രയോ തവണ എഴുതിയിട്ടുണ്ട്. 2 പടം വന്നാൽ പണ്ട് നടന്ന വഴിയൊക്കെ മറക്കും ഇവരെല്ലാം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മണിയൻപിള്ള രാജു ഫോൺ സംഭാഷണത്തിൽ പറയുകയാണ്. പ്രേം നസീറിനെ കുറിച്ച് ടിനി ടോം നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. പ്രേം നസീർ അവസാന കാലത്ത് അവസരം കുറഞ്ഞതിൽ വിഷമിച്ച് കരഞ്ഞാണ് മരിച്ചത് എന്നായിരുന്നു ടിനിയുടെ പ്രസ്താവന. തന്നോട് ഇക്കാര്യം പറഞ്ഞ് സീനിയർ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ആണ് എന്നാണ് ടിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രസ്താവന വിവാദമായതോടെ ടിനി ടോം മാപ്പ് പറഞ്ഞു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ടിനിയുടെ ക്ഷമാപണം. പ്രേം നസീറിനെ പോലുള്ള ഇതിഹാസ താരങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തനിക്ക് പറ്റില്ല. മനസാ വാച കർമ്മണ ഇങ്ങനെ വാർത്തയിൽ വന്നതുപോലെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. എന്നെക്കൊണ്ട് പറ്റുകയുമില്ല. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു ടിനി ടോമിൻ്റെ വാക്കുകൾ.